യോഗ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോമോൻ പാസ്റ്റർ, കുടുംബം എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. ഇന്നു മുതൽ 1-2 ദിവസങ്ങൾ നാം ദൈവവചനത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു പ്രസംഗത്തിന്റെ ആസ്വാദനം ദൈവവചന പഠനത്തിനുണ്ടാകണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പഠനമാണ് നമ്മെ ആത്മീകമായി വർധനവിലേക്ക് നടത്തുന്നതും നമ്മെ ദൈവകൃപയിൽ ഉറപ്പിക്കുന്നതും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ദൈവവചന പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം പരിശുദ്ധാത്മ നിറവ് എന്നുള്ള വിഷയമാണ്. ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന വിഷയമാണ്. ഈ വിഷയത്തിന്റെ ചില മുഖവുരകൾ മാത്രമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. നാളെയും നാളെയുമായിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത ലെവലുകളിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. പരിശുദ്ധാത്മ നിറവ് എന്നുള്ള വിഷയം പറയുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് 66 പുസ്തകങ്ങൾ അടങ്ങിയ കമനീയമായ ഒരു ഗ്രന്ഥമാണ്. ഈ 66 പുസ്തകങ്ങളിൽ ഈ തിരുവെഴുത്തിൽ ഏകദേശം 10 ദൈവശാസ്ത്ര വിഷയങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. ആ 10 ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒരു ദൈവശാസ്ത്ര വിഷയമാണ് പരിശുദ്ധാത്മ ശാസ്ത്രം അഥവാ ന്യൂമറ്റോളജി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റ് ദൈവവചന പഠനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ദൈവശാസ്ത്ര വിഷയങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തിന് തിയോളജി എന്ന് പറയും, ബൈബിളിനെ കുറിച്ചുള്ള പഠനത്തിന് ബിബിലിയോളജി എന്ന് പറയും, രക്ഷയെക്കുറിച്ചുള്ള പഠനത്തിന് സോറ്റീരിയോളജി എന്ന് പറയും, സഭയെക്കുറിച്ചുള്ള പഠനത്തിന് എക്ലിഷിയോളജി എന്ന് പറയും, ദൂതന്മാരെ കുറിച്ചുള്ള പഠനത്തിന് ഏഞ്ചലോളജി എന്ന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിന് ന്യൂമറ്റോളജി എന്ന് പറയും, പാപത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഹമാർഷിയോളജി എന്ന് പറയും. ഇങ്ങനെ മനുഷ്യരെ കുറിച്ചുള്ള പഠനത്തിന് അല്ലെങ്കിൽ നരവംശാസ്ത്രം ആന്ത്രോപോളജി എന്ന് പറയും. ഇങ്ങനെ ഏകദേശം ഒരു 10 ദൈവശാസ്ത്ര വിഷയങ്ങളാണ് നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാനുള്ളത്. എല്ലാം കൂടെ പറയാനുള്ള സമയം നമുക്കിന്നില്ല. ഈ 10 ദൈവശാസ്ത്ര വിഷയത്തിനകത്തു നിന്നുള്ള ഒരു പഠനമാണ് പരിശുദ്ധാത്മശാസ്ത്രം അഥവാ ന്യൂമറ്റോളജി. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിന് വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറ്റോളജി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 2 പ്രത്യേക വാക്കുകളാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് കാദോഷ് റൂഹ എന്ന എബ്രായ പദമാണ് പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുന്നത്. അതിൽ കാദോഷ് എന്ന വാക്ക് പരിശുദ്ധം എന്ന അർത്ഥം, വിശുദ്ധം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. റൂഹ എന്നുള്ള വാക്ക് കാറ്റ്, ശ്വാസം, ആത്മാവ് ഈ അർത്ഥങ്ങളിൽ വരാം. വിൻഡ്, ബ്രീത്ത്, സ്പിരിറ്റ് ഈ അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വെറുതെ റൂഹ എന്ന് പറഞ്ഞാൽ അത് ഒരു ആത്മാവെന്നേ അർത്ഥമുള്ളൂ. അത് ഏത് ആത്മാവും ആകാം. അത് പരിശുദ്ധാത്മാവാകണമെന്നില്ല. മറ്റു പല ആത്മാവിനും ഇതേ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവാകണമെങ്കിൽ കാദോഷ് റൂഹ എന്ന പദം തന്നെ അവിടെ നിശ്ചയമായി വന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരൂ. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്ന പദം ഹീബ്രു കാദോഷ് റൂഹ എന്നാണെങ്കിൽ ഗ്രീക്കിൽ, പുതിയ നിയമം എഴുതിയ ഗ്രീക്കിൽ ഹാഗിയോസ് നൂമ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഹാഗിയോസ് എന്നതിന് വിശുദ്ധം എന്നാണ് അർത്ഥം.
ന്യൂമ എന്നതിന് സ്പിരിറ്റ് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ആത്മാവ് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിന് ന്യൂമറ്റോളജി എന്ന വാക്ക് വന്നതിന്റെ ഉത്ഭവമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ന്യൂമറ്റോളജി എന്നുള്ള വിഷയം, പരിശുദ്ധാത്മശാസ്ത്രം എന്നുള്ള വിഷയത്തെ സ്പെസിഫൈ ചെയ്ത് പഠിക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട 6 പിരിവുകളുണ്ട്. ഈ 6 പിരിവുകളും പഠിച്ചാൽ മാത്രമേ നമുക്ക് ന്യൂമറ്റോളജി എന്നുള്ളൊരു പഠനം പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയൂ. ബൈബിൾ സെമിനാറുകളിലൊക്കെ 1 വർഷവും 1.5 വർഷമൊക്കെ എടുത്താണ് ഈ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. ചിലർ 6 മാസം കൊണ്ടും ഒരു സെമസ്റ്റർ കൊണ്ട് തീർക്കേണ്ടി വരും. നമ്മൾ ആ ന്യൂമറ്റോളജിയുടെ ഒരു ഭാഗം മാത്രം ജസ്റ്റ് തൊടാൻ വേണ്ടി മാത്രമേ പോകുന്നുള്ളൂ ഈ ദിവസങ്ങളിൽ. സ്തോത്രം. 6 പിരിവുകളിൽ ആദ്യത്തെ പിരിവ് ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. പരിശുദ്ധാത്മ അധിവാസം. മലയാളത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മ അധിവാസം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. ഒന്നാമത്തെ പിരിവ് പരിശുദ്ധാത്മ അധിവാസം. രണ്ടാമത്തെ പിരിവാണ് പരിശുദ്ധാത്മ സ്നാനം, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം. മൂന്നാമത്തെ പിരിവാണ് പരിശുദ്ധാത്മ അഭിഷേകം, അതായത് ഹോളി സ്പിരിറ്റ് അനോയിന്റിങ്. നാലാമത്തെ പിരിവാണ് ഹോളി സ്പിരിറ്റ് ഫുൾഫിൽമെന്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്. അഞ്ചാമത്തെ പിരിവാണ് ഹോളി സ്പിരിറ്റ് ഗ്യാരണ്ടി, അഥവാ പരിശുദ്ധാത്മ അച്ചാരം. ആറാമത്തെ പിരിവാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര, അഥവാ ഹോളി സ്പിരിറ്റ് സീൽ. ഇങ്ങനെ പരിശുദ്ധാത്മ ശാസ്ത്രം അഥവാ ന്യൂമറ്റോളജിയിൽ ഈ 6 പിരിവുകൾ 6ആയി ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് തിയോളജി പ്രകാരം നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. 1 ഹോളി സ്പിരിറ്റ് ഇൻഡ്വെല്ലിംഗ്, പരിശുദ്ധാത്മാധിവാസം. 2 ഹോളി സ്പിരിറ്റ് അനോയിന്റിങ്, പരിശുദ്ധാത്മാഭിഷേകം. 3 പരിശുദ്ധാത്മാവിന്റെ സ്നാനം, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം. 4 ഹോളി സ്പിരിറ്റ് ഫുൾഫിൽമെന്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്. 5 ഹോളി സ്പിരിറ്റ് ഗ്യാരണ്ടി, പരിശുദ്ധാത്മാവിന്റെ അച്ചാരം. 6 ഹോളി സ്പിരിറ്റ് സീൽ, പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ 6ആയി പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് 6 ഒന്നാണെന്ന് ചിന്തിക്കുന്ന, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് 6ഉം 6ആണ്. അതുകൊണ്ടാണ് 6ആയി തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഈ 6 പിരിവുകളിൽ 5 പിരിവുകളും ലൈഫിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ലൈഫിൽ ഒരിക്കൽ മാത്രം. പരിശുദ്ധാത്മ അധിവാസം ജീവിതത്തിൽ ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മ സ്നാനം ജീവിതത്തിൽ ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മ അഭിഷേകം ജീവിതത്തിൽ ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അച്ചാരം ജീവിതത്തിൽ ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ മുദ്ര ജീവിതത്തിൽ ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ അനുദിനവും അനുനിമിഷവും നമ്മളിൽ നടക്കേണ്ടുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. എന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ നിറവ് കൊണ്ട് ഇന്ന് നമുക്ക് സാത്താന്യ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലത്തെ നിറവ് കൊണ്ട് നമുക്ക് രാത്രിയിൽ സാത്താന്യ ലോകത്തെ ജയിക്കാൻ കഴിയത്തില്ല. പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കണമെങ്കിൽ നിശ്ചയമായും അനുനിമിഷവും നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞേ മതിയാകൂ.
അനുനിമിഷവും ആത്മാവിൽ നിറവ് പ്രാപിച്ചേ മതിയാകും. ഏറെക്കുറെ സംശയങ്ങൾക്ക് കാരണമുള്ള ഒരു പഠനമാണ് പരിശുദ്ധാത്മ ശാസ്ത്രം. കാരണം പലരും പല രീതികളിലാണ് ഇതിനെ പഠിപ്പിക്കുന്നത്, പല പ്രസ്ഥാനങ്ങൾ, സഭകളൊക്കെ. നമ്മൾ ബൈബിൾ എന്ത് പറയുന്നെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പ്രസ്ഥാനം എന്ത് പറയുന്നെന്നോ മറ്റുള്ളവർ എന്ത് പറയുന്നെന്നോ നമ്മൾ നോക്കുന്നില്ല. ഓൺലി ബൈബിൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കതുകൊണ്ട് മുഖവുരകളിൽ നിന്ന് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മ നിറവ്, ഹോളി സ്പിരിറ്റ് ഫുൾഫിൽമെന്റ്. നമുക്ക് ഈ ദിവസങ്ങളിലെ ഈ വിഷയത്തിന്റെ പഠനത്തിന് വേണ്ടി തിരുവഴുത്തിലേക്ക്, ഒരു വേദാംശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ധന്യനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. അതിന്റെ 18-ാമത്തെ വാക്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ പഠനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വേദഭാഗം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മുടെ വിഷയം കിടക്കുന്നത് 18-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിലേക്ക് നമ്മൾ വരും. ഇന്ന് എനിക്ക് ആ വാക്യത്തിൽ വരാൻ കഴിയുമെന്നറിയില്ല, എങ്കിലും മാക്സിമം ഞാൻ ആ വാക്യത്തെ ഒന്ന് സ്പർശിച്ചു പോകും. നാളെയും നാളെയൊക്കെ ആയിട്ട് നമ്മൾ ഈ വാക്യത്തിന്റെ അടുത്ത ലെവലുകളിലേക്ക് പ്രവേശിക്കും. എഫേസ്യ ലേഖനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നെഴുതിയ ഒരു ലേഖനമാണ്. പൗലോസ് 2 പ്രാവശ്യം കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, പൗലോസ് മൊത്തം കാരാഗ്രഹത്തിൽ കിടന്നത് 4-5 പ്രാവശ്യം കിടന്നിട്ടുണ്ട്. അതിൽ റോമിൽ പൗലോസ് 2 പ്രാവശ്യം കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രാവശ്യം പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നു, എങ്കിലും അതിനെ ഒരു കാരാഗ്രഹത്തിന്റെ ഭീതിയൊന്നും ഇല്ലായിരുന്നു. കാരണം കൂലിക്ക് താൻ വാങ്ങിച്ച വീട്ടിലായിരുന്നു. താനൊരു വീട്ടു തടങ്കലിൽ കിടക്കുന്ന പോലെയാണ് കിടന്നത്. അവിടെ 2 പടയാളികൾ തനിക്ക് കാവലുണ്ടായിരുന്നേ ഉള്ളൂ. തനിക്ക് വെളിയിൽ പോകാൻ പറ്റുകയില്ല. തനിക്ക് ആ വീടിനകത്ത് യോഗങ്ങൾ വെക്കാം, തന്നെ ആളുകൾക്ക് വിസിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് 2 വർഷത്തെ ഈ കാരാഗ്രഹവാസം കഴിഞ്ഞ് പൗലോസ് ഈ വീണ്ടും ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മോചിതനായിട്ട് വീണ്ടും പൗലോസ് ചില മിഷൻ ട്രിപ്പുകളൊക്കെ നടത്തി. അതിനുശേഷം വീണ്ടും പൗലോസ് കാരാഗ്രഹത്തിലാവുന്നു. അതായിരുന്നു തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കാരാഗ്രഹം. ആ കാരാഗ്രഹത്തിൽ താൻ പുറത്തു വന്നിട്ടില്ല. ആ കാരാഗ്രഹത്തിൽ വെച്ച് താൻ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അത് തന്നെയല്ല, പൗലോസ് അപ്പൊ കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസ് 5 ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതിൽ എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, ഫിലോമോന്റെ ലേഖനം, കൊലോസ് ലേഖനം, ഇത് 4ഉമാണ് ആദ്യത്തെ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയത്. കൂലിക്കെടുത്ത വീട്ടിൽ. എനിക്ക് തോന്നുന്നു AD 57 മുതൽ 59 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് താൻ ആ കാരാഗ്രഹത്തിൽ കിടന്നത്. 60 മുതൽ 62 വരെയുള്ള കാലങ്ങളിൽ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ 2ാമത്തെ പ്രാവശ്യം താൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എഴുതിയ ലേഖനമാണ് തിമത്തിയോസിന് എഴുതിയ ലേഖനം. അതിൽ 2 തിമത്തിയോസിന്റെ ലേഖനമാണ് താൻ ജീവിത സായാഹ്നത്തിൽ പ്രാണൻ നഷ്ടപ്പെടുന്നതിന് തൊട്ടു മുമ്പ് എഴുതിയത്. എന്നാൽ തിമത്തിയോസിന്റെ ലേഖനത്തെ, പ്രത്യേകിച്ച് 2 തിമത്തിയോസിന്റെ ലേഖനത്തെ ഒന്നും കാരാഗ്രഹ ലേഖനമായി കരുതുന്നില്ല. അതിനെയൊക്കെ ഒരു ഇടയലേഖനങ്ങളുടെ തസ്തികയിലേക്ക് മാറ്റിയതുകൊണ്ട് കാരാഗ്രഹമായിട്ട് അല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനങ്ങളായിട്ട് അറിയപ്പെടുന്നത് എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ് ലേഖനം, ഫിലോമോന്റെ ലേഖനം എന്നാണ്. അതിൽ തന്നെ എഫേസ്യ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പൗലോസ് എഴുതിയ ലേഖനം, എബ്രായ ലേഖനം ഉൾപ്പെടെയാണെങ്കിൽ 14 ലേഖനമുണ്ട്.
പൗലോസിന്റെ ഈ 14 ലേഖനങ്ങളിൽ വെച്ച് ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നതാണ് എഫീസി ലേഖനം. അപ്പൊ ആ ലേഖനത്തിന്റെ ഇമ്പോർട്ടൻസ് എത്ര ഗൗരവമുള്ളതെന്ന് നോക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഈ എഫീസി ലേഖനം പഠിക്കുമ്പോൾ എപ്പോഴും കൊലോസി ലേഖനവുമായി കമ്പയർ ചെയ്താണ് പഠിക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഇത് രണ്ടിലും വിഷയം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. ഞാനത് ഒന്ന് ഓർമ്മപ്പെടുത്താം. എഫീസി ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നുള്ളതാണ് വിഷയം. നിങ്ങൾ ഈ 6 അധ്യായങ്ങൾ, എഫീസി ലേഖനം 6 അധ്യായത്തിൽ നോക്കിയാൽ 6 അധ്യായങ്ങളിലെയും പ്രധാന വിഷയം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് എഫീസി ലേഖനത്തിലെ പ്രധാന പ്രമേയം. എന്നാൽ കൊലോസി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാന വിഷയം ശരീരമാകുന്ന സഭയുടെ തലയായ ക്രിസ്തുവിനെ കുറിച്ചാണ് കൊലോസി ലേഖനം പ്രതിപാദിക്കുന്നത്. ശരീരമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ തലയായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണമാണ് കൊലോസി ലേഖനം. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ എഫീസി ലേഖനത്തെ 6 അധ്യായങ്ങൾ ഉണ്ട്. ഈ 6 അധ്യായമുള്ള ലേഖനം എന്ന് പറഞ്ഞല്ലോ AD 57 അത് 59 കാലത്തിനകത്താണ് ഈ ലേഖനം പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുന്നത്. തനിക്ക് ഏറെ ഹൃദയബന്ധമുള്ളൊരു സഭയായിരുന്നു എഫസോസിലെ സഭ. താന് 3 വർഷക്കാലം അവിടെ പാർത്താണ് അവിടെ ഒരു സഭ സ്ഥാപിച്ചത്. അവിടുന്ന് തനിക്കൊരു സെന്റ് ഓഫ് പോലും തനിക്ക് ലഭിച്ചില്ല. കാരണം താൻ ആ എഫസോസിന് ഓടിപ്പോകേണ്ടി വന്നു. സ്തോത്രം. അവസാനം സെന്റ് ഓഫ് കിട്ടാതെ വന്നപ്പോൾ ഈ സെന്റ് ഓഫിന് പറയാൻ വേണ്ടി ചില കാര്യങ്ങൾ വെക്കുമല്ലോ. നമുക്ക് ഈ അവിടെ ശുശ്രൂഷിക്കുന്ന കാലയളവിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ സെന്റ് ഓഫ് സമയത്ത് പറയും. കാരണം പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ള കാര്യം പറഞ്ഞു പോകാമല്ലോ. സ്തോത്രം. അപ്പൊ അങ്ങനെ പൗലോസ് സെന്റ് ഓഫ് ഒന്നും കിട്ടിയില്ല പൗലോസിനോട്. അതുകൊണ്ട് പൗലോസ് ഈ എഫസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് സെന്റ് ഓഫിന് പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ പറയുന്നൊരു വേദഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ വ്യക്തമായിട്ട് പൗലോസ് താൻ മിലത്തോസിൽ പാർക്കുമ്പോൾ എഫസോസിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് കൊടുക്കുമ്പോൾ ഒരു വലിയ വിശദീകരണമാണ് കിടക്കുന്നത്. അതിൽ 31-ാം വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് താൻ 3 വർഷം എഫസോസിൽ പാർത്തു, അവിടെ സഭയുടെ ശുശ്രൂഷകനായിരുന്നു എന്ന് 31-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ താൻ ആ 3 വർഷം എഫസോസിലെ സഭയിൽ വിശ്വാസികളോട് ദേശത്തിൽ എങ്ങനെയാണ് ശുശ്രൂഷിച്ചതെന്നും എങ്ങനെയാണ് അവരോട് പെരുമാറിയതെന്നും എങ്ങനെയാണ് ദൈവത്തിന്റെ ആലോചന പറഞ്ഞതെന്നൊക്കെയുള്ള ഒരു ഭയങ്കര മാതൃക. ഇന്നത്തെ ദൈവദാസന്മാരൊക്കെ സഭാശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ നിശ്ചയമായും മാതൃകയാക്കും. ഒരു ദൈവദാസൻ ഒരു സഭയിൽ എങ്ങനെ ആയിരിക്കണമെന്നും ഒരു ദേശത്ത് എങ്ങനെ ആയിരിക്കണമെന്നും വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നും ദൈവിക ശുശ്രൂഷയിൽ എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെയുള്ള നല്ല ഒരു മാതൃകയാണ് പൗലോസ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. എനിക്ക് അതിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ റെഫറൻസ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മറ്റ് സഭകളെ അപേക്ഷിച്ച് താൻ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നതും തനിക്ക് ഹൃദയബന്ധമുള്ളതുമായ സഭയായിരുന്നു എഫസോസിലെ സഭ എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ ഈ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല പൗലോസ് ഈ ലേഖനം എഴുതിയത്. കാരണം ഈ ലേഖനത്തെ ചാക്രിക ലേഖനം എന്നാണ് വിളിക്കുന്നത്. സഭാസംബന്ധമായി പൗലോസ് എഴുതിയ 7 ലേഖനങ്ങളാണുള്ളത്. 14 ലേഖനങ്ങളിൽ 7 ലേഖനങ്ങൾ സഭാസംബന്ധമാണ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകം സ്ഥലം സഭയ്ക്ക് വേണ്ടിയാണ്. ആ കൂട്ടത്തിനകത്ത് ഈ എഫസോസിലെ സഭയ്ക്കുള്ള ലേഖനമായി എഫീസി ലേഖനം ഉണ്ട്. എന്നാൽ ഈ എഫീസി ലേഖനം ഒരു എഫസോസിലെ സഭയ്ക്ക് വേണ്ടി മാത്രമായി നമുക്ക് കരുതാൻ കഴിയില്ല. ഇതിനെ ചാക്രിക ലേഖനമായതുകൊണ്ട് എല്ലാ സഭകളും ഇത് വായിക്കാം എന്നുള്ളതാണ് തിയോളജിയൻസ് അഭിപ്രായപ്പെടുന്നത്. കാരണം നമുക്ക് കൊലോസി ലേഖനമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ എഫസോസിലെ ലേഖനം ലവോദിക്ക സഭയിലും ഒക്കെ വായിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും വായിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതൊരു ചാക്രിക ലേഖനം കൂടെ ആയതുകൊണ്ട് എല്ലാ സഭകൾക്കും ഇത് പ്രയോജനകരമായിരുന്നു. നമുക്ക് ഈ ലേഖനത്തെ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സ്തോത്രം. ഒന്നാമത്തെ ഒരു വിഭജന രീതി, ഒരു വിശ്വാസിയുടെ 6 പദവികൾ, 6 പൊസിഷനുകൾ ഈ 6 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. സ്തോത്രം. നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസി ക്രിസ്തുവിലാണ്. 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ
കൂടെ കൂടെ അവിടെ ആവർത്തിക്കുന്ന ഒരു പദമുണ്ട്. സ്തോത്രം. ആ പദം അവനിൽ അവനിൽ എന്നുള്ള പദമാണ്. നിങ്ങൾക്കത് കാണാൻ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 4-ാം വാക്യത്തിലൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, അവനിൽ തിരഞ്ഞെടുത്തു ഉണ്ടോ. കൂടാതെ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. 8-ാം വാക്യത്തിലും അവൻ നമുക്ക്, അപ്പം 9-ാം വാക്യത്തിൽ അവനിൽ. അപ്പം ഈ 1-ാം അധ്യായത്തിൽ കൂടെ 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 അവനിൽ 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 ആവർത്തിച്ച് വരുന്നുണ്ട്. 1-ാം അധ്യായം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിശ്വാസി 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിലാണ്. ഒരു വിശ്വാസിയുടെ 1-ാമത്തെ പൊസിഷൻ വിശ്വാസി ക്രിസ്തുവിലാണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ വിശ്വാസി സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. 2-ാം അധ്യായം 7-ാം വാക്യം, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വിശ്വാസിയുടെ 2-ാമത്തെ പൊസിഷൻ അവൻ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. സ്തോത്രം. 3-ാമത്തെ പൊസിഷൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9, 10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 10, 11 വാക്യങ്ങൾ, അവിടെ വിശ്വാസി സഭയ്ക്കകത്താണ് ഇരിക്കുന്നത്. ഒരു വിശ്വാസി സഭയ്ക്കകത്താണ്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസി ലോകത്തിലാണ്. ഒരു വിശ്വാസി ലോകത്തിലാണ്. 4-14 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അതുകൊണ്ട് വളരെ കൃത്യമായ 17-ാമത്തെ വാക്യങ്ങളിലൊക്കെ വളരെ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ വിശ്വാസികൾ പാലിക്കേണ്ട, അലേർട്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസി കുടുംബത്തിലാണ്. 5-ാം അധ്യായം മുഴുവൻ നാം കാണുന്നത് ഫാമിലിയുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസിയെ നാം കാണുന്നത് പോർക്കളത്തിലാണ്. 6-ാം അധ്യായം അത് ഒരു ബാറ്റിൽ ഫീൽഡാണ് കാണുന്നത്, പടക്കളം, ഒരു പോർക്കളമാണ്. അങ്ങനെയെങ്കിൽ 6 അധ്യായങ്ങളിൽ വിശ്വാസിയുടെ 6 പൊസിഷൻ. 1-ാം അധ്യായത്തിൽ വിശ്വാസി ക്രിസ്തുവിൽ, 2-ാം അധ്യായത്തിൽ വിശ്വാസി സ്വർഗത്തിൽ, 3-ാം അധ്യായത്തിൽ വിശ്വാസി സഭയിൽ, 4-ാം അധ്യായത്തിൽ വിശ്വാസി ലോകത്തിൽ, 5-ാം അധ്യായത്തിൽ വിശ്വാസി കുടുംബത്തിൽ, 6-ാം അധ്യായത്തിൽ വിശ്വാസി പോർക്കളത്തിൽ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, വേദചിന്തകന്മാർ 3 പദങ്ങളിലൂടെയാണ് എഫേസ്യ ലേഖനത്തെ അവര് 3ആയി തിരിക്കുന്നത്. 3 പദങ്ങളിലൂടെ സംക്ഷിപ്തമായി തിരിക്കാറുണ്ട്. അതിൽ 1-ാമത്തെ പദം സിറ്റ് എന്നുള്ള പദമാണ്, ഇരിക്കുക. 2-ാമത്തെ പദം വാക്ക് എന്നുള്ള പദമാണ്, നടക്കുക. 3-ാമത്തെ പദം സ്റ്റാൻഡ്, നിൽക്കുക എന്നുള്ള പദമാണ്. ഈ 3 വാക്കുകളിലൂടെ എഫേസ്യ ലേഖനത്തെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. സ്തോത്രം. ഇരിക്കുക, നടക്കുക, നിൽക്കുക. എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ എവിടെയാണ് ഒരു വിശ്വാസി ഇരിക്കുന്നത്? സ്വർഗത്തിൽ ഇരിക്കുന്നു. ഇതൊരു ആത്മീക അനുഭവമാണ്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട എല്ലാ വിശ്വാസികളും ഇന്ന് ഇരിക്കുന്നത് സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ആത്മീക അനുഭവമാണ്. എന്നാൽ 2-ാമത്തെ പദം നടക്കുക എന്നുള്ള പദമാണ്. 4-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ, സ്തോത്രം, 1-ാം വാക്യം പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. അപ്പോൾ നടക്കണം. അപ്പോൾ നോക്കിയേ, സ്വർഗത്തിൽ ഒരു ആത്മീക അനുഭവത്തിൽ ഇരുത്തിയിരിക്കുന്ന വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ നടക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാ നടക്കുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നമ്മൾ ഈ ആത്മീക അനുഭവമൊക്കെ കിട്ടി അങ്ങ് ആത്മീക അനുഭവത്തിന്റെ അത്യുച്ചകോടിയിലൊക്കെ ഇരിക്കുമ്പം എങ്ങനെയും നടക്കാമെന്ന് ആരും ധരിക്കരുത്. പിന്നെ എങ്ങനെയാണ് നടക്കേണ്ടത്? അതാണ് അവിടെ പറയുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. എങ്ങനെ നടക്കണം? യോഗ്യമാവണ്ണം നടക്കണം. എങ്ങനെ നടക്കേണ്ടത്? പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, സ്നേഹത്തിൽ അന്യോന്യം പുറത്തുകൊണ്ട് നടക്കണം. സ്തോത്രം. അപ്പൊ നോക്കിയേ, സ്വർഗീയ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നാം ഭൂമിയിൽ എങ്ങനെ നടക്കണം എന്നുള്ളത് പൗലോസ് പറയുന്നു. എന്ന് മാത്രമല്ല,
അത് പൗലോസ് വീണ്ടും പറയുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടന്നുകൊണ്ട് നാം നിൽക്കേണ്ട ചില മേഖലകളുണ്ട്. എവിടെയാണ് നിൽക്കേണ്ടത്? സ്തോത്രം. എവിടെയാണ് നിൽക്കേണ്ടത്? ആ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ 6-ാം അധ്യായം 13-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ച് നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. 11-ാം വാക്യം പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഒരു കാര്യം കൃത്യമാണ്. ഇനി അതിന്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ആശയം കൃത്യമാണ്. 16-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്വർഗീയ അനുഭവത്തിൽ ഇരിക്കുന്നവർ ഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടന്നുകൊണ്ട് ഈ പടക്കളത്തിൽ പിശാചിനെതിരെയുള്ള ആത്മിക യുദ്ധത്തിൽ അത് അവന്റെ തീയമ്പുകളെ കെടുത്തുവാൻ വിശ്വാസം എന്ന പരിധി എടുത്തുകൊണ്ട് ആത്മിക യുദ്ധത്തിനായി നിൽക്കണം എന്നുള്ളതാണ് എഫെസ്യ ലേഖനത്തിന്റെ സംക്ഷിപ്ത രൂപം. അതാണ് ഈ 3 വാക്കുകൾ, സിറ്റ് ആൻഡ് വാക്ക് ആൻഡ് സ്റ്റാൻഡ്. ഈ 3 പദങ്ങളിലൂടെ ബൈബിൾ സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നത്. ഇനി അത് മാത്രമല്ല, ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ പറയാതെ പോകാൻ തരമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുകയാണ്. എഫെസ്യ ലേഖനത്തിലെ പ്രധാന പ്രമേയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തു എന്ന തലയുടെ ശരീരമാകുന്ന സഭ എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന പ്രമേയം. അപ്പം ഇതിലെ പ്രധാന വിഷയം സഭ എന്ന ശരീരമാകുന്നു. അപ്പോ 6 അധ്യായങ്ങൾക്കകത്തും നമുക്ക് ഈ സഭയെ കാണാൻ കഴിയുന്നു. ഞാൻ ഓരോ അധ്യായങ്ങളൊന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. എന്നാലേ നമുക്ക് നമ്മുടെ ആ പഠന വിഷയത്തിലോട്ട് കയറി വരാൻ പറ്റുള്ളൂ. സ്തോത്രം. 6 അധ്യായങ്ങൾക്കകത്തും സഭ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നാം സഭയെ കാണുന്നത് സഭ ഒരു ശരീരം എന്ന നിലയിലാണ്. സഭ എന്താണ്? ഒരു ശരീരം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം അവിടെ എഴുതിയിട്ടുണ്ടത് സഭ ഒരു ശരീരം. 1-ാം അധ്യായത്തിൽ സഭയെ കാണുന്നത് ശരീരം എന്ന നിലയിലാണ്. എല്ലാറ്റിൻ്റെയും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമാകയ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു ആത്മീക സത്യം പറയാം. ഇന്ന് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. ഒന്നുകൂടെ പറയാം, ഇന്ന് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ ഒരു ദേശത്ത് വളർന്നു വരാൻ പിശാച് സമ്മതിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു സഭ ഒരു ദേശത്ത്, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ ഒരു ദേശത്ത് വളർന്നു വന്നാൽ പിന്നെ പാതാള ഗോപുരങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുകയില്ല. കാരണം ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. അതുകൊണ്ട് ഏത് രീതിയിലും ആ സഭയെ മലിനമാക്കാനും പുളിപ്പ് കലർത്താനും ആ സഭയെ തമ്മിലടിപ്പിക്കാനും പിശാച് നന്നായി ശ്രമിക്കും. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് ഒരു വാണിംഗ് തരുന്നുണ്ട്. ആ വാണിംഗ് മുമ്പേ നമ്മൾ വായിച്ചു വിട്ടു എഫെസ്യ ലേഖനത്തിൽ, പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണത്തില്ല. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് ഒരു വാണിംഗ് പറയുന്നുണ്ട്. എല്ലാ ആളുകളും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഐക്യത, സഭയ്ക്കകത്ത് തമ്മിലുള്ള ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. അത് പാസ്റ്റർ ചുമതല മാത്രമല്ല, എല്ലാ വിശ്വാസികളും അവരവർ കൂടുന്ന പ്രാദേശിക സഭ സമാധാനത്തിൽ പോകാൻ, ആ സഭയിലുള്ളവർ തമ്മിലുള്ള ആത്മാവിന്റെ ഐക്യത നല്ല കെട്ടുറപ്പോടെ പോകാൻ, അതിനെ സമാധാന ബന്ധത്തിൽ കാപ്പാൻ ഓരോ വിശ്വാസികളും ശ്രമിക്കണം എന്നുള്ളതാണ് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. കാരണം അവൻ അധികാരം കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. അപ്പോൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ സഭ ഒരു ശരീരമാകുന്നു. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാം അധ്യായത്തിൽ സഭയെ ഒരു മന്ദിരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സഭയൊരു മന്ദിരമാണ്. 2-ാം അധ്യായത്തിലേക്ക് വരാം. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 21-ാം വാക്യത്തിൽ ആ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. 20 മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 20-ാം വാക്യത്തിൽ സഭയുടെ പണിയെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു.
അടുത്ത വാക്യമാണ് ഞാൻ പറഞ്ഞ വിഷയം. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിന്റെ വിശുദ്ധ മന്ദിരമായി വളരുന്നു. സഭ ഒരു വിശുദ്ധ മന്ദിരം, അല്ലെങ്കിൽ സഭ ഒരു മന്ദിരം എന്ന നിലയിലാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. അങ്ങനെ സഭ വിശുദ്ധ മന്ദിരമായി വളർന്നു എന്നല്ല പറഞ്ഞേ, പാസ്റ്റ് ടെൻസിലല്ല കൊടുക്കുന്നത്, വളരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് പ്രസന്റ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിശുദ്ധ മന്ദിരമായി വളർന്നുകൊണ്ടിരിക്കുക. ആ വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആ പണി ആരാ ചെയ്യുന്നത്? 22-ാം വാക്യത്തിൽ, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് സഭ എന്ന ഈ മന്ദിരത്തിൽ, ആ മന്ദിരത്തിന്റെ വളർച്ചയെ, ആ മന്ദിരത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. എല്ലാ കൂട്ടായ്മയിലും എല്ലാ യോഗങ്ങളിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം, പരിശുദ്ധാത്മാവ് ആ മന്ദിരത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നാം ദൈവത്തിന്റെ നിവാസമായി തീരേണ്ടതിന് അത് അവൻ ആത്മാവിനാൽ നമ്മെ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ 2-ാം അധ്യായത്തിൽ സഭ ഒരു മന്ദിരമാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൽ സഭ ഒരു മർമ്മമാണ്. 3-ാം അധ്യായത്തിൽ സഭ ഒരു മർമ്മമാണ്. 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, സ്തോത്രം, സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. 10-11 വാക്യം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. നിങ്ങൾ ഈ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ മർമ്മം എന്നുള്ള പദം കാണാം. ആ മർമ്മം എന്താണ് എന്നുള്ളതാണ് 9, 10, 11 വാക്യങ്ങളിൽ കാണുന്നത്. ആ മർമ്മം സഭ എന്നുള്ള മർമ്മമാണ്. സ്തോത്രം. ഇനി ഞാൻ ഈ ഭാഗം ഒന്ന് വിശദീകരിച്ചില്ലെങ്കിൽ എനിക്കൊരു കുറ്റബോധം കൊണ്ട് പറഞ്ഞു വിടുക. 11-ാം വാക്യത്തിന്റെ അവസാന പോർഷൻ നിങ്ങൾ നോക്കി. 11-ാം വാക്യത്തിന്റെ അവസാനം, സഭ മുഖാന്തരം അറിവായി വരുന്നു. ആ പദം കണ്ടോ? സഭ മുഖാന്തരം അറിവ്. അപ്പം എന്താണ് ദൈവം ഈ സഭയെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞായറാഴ്ച സഭായോഗം കൂടണം, ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ്, വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ, പരസ്യയോഗം? നോ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടിയാണോ ദൈവം ക്രൂശിലൂടെ സഭയെ പുറത്തു കൊണ്ടുവന്നത്? സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് എന്താണ്? അതാണ് ആ വാക്യം പറയുന്നത്. സഭയിൽ കൂടെ ചിലത് അറിയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതാണ് അവിടെ പറയുന്നത്, സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പം സഭയിൽ കൂടെ ചിലത് അറിയിക്കുക. എന്താണ് സഭയിൽ കൂടെ അറിയിക്കേണ്ടത്? എന്താണ് സഭയിൽ കൂടെ അറിയിക്കേണ്ടത്? 10-ാം വാക്യം, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവരുടെ പേരാണ് സഭ. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നിങ്ങൾ അത് കർത്താവിന്റെ സഭയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സാധാരണക്കാരല്ല. നിങ്ങൾ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അറിയിക്കാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ. അവരാണ് സഭ. സ്തോത്രം. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അളക്കാൻ പറ്റുമോ? പൗലോസ് പറയുന്നുണ്ട്, ആ ദൈവത്തിന്റെ ജ്ഞാനം, ധനം, അതിന്റെ ആഴം, നീളം, വീതി ഇതൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പം ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യന്റെ ജ്ഞാനത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. പല ശാസ്ത്ര ലോകങ്ങളും ഒക്കെ വളർച്ച പ്രാപിക്കുക. അപ്പൊ ഈ മനുഷ്യന്റെ ജ്ഞാനം തന്നെ നമ്മൾ അത്ഭുതപ്പെടും. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ജ്ഞാനം നമ്മൾ ഇത്ര അത്ഭുതപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം എത്ര വലുതായിരിക്കും. അതുകൊണ്ടല്ലേ ദാവീദ് ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിന്നാ ദാവീദ് പറഞ്ഞു, ദൈവമേ നീ എന്നെ ഭയങ്കരവും അതിശയകരമായി എന്ത് ചെയ്തിരിക്കുന്നു? സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഈ മൂക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥാനത്ത്, ചെവിയുടെ സ്ഥാനത്തായിരുന്നു ഈ മൂക്കെങ്കിലോ? സ്തോത്രം. ഈ ചെവി മൂക്കിന്റെ സ്ഥാനത്തായിരുന്നെങ്കിലോ കാണാൻ നമ്മളെ കൊള്ളുമായിരുന്നോ? സ്തോത്രം. നിങ്ങൾ നോക്കിയ ഒരു ന്യൂറോ സർജന്മാരോട് ചോദിച്ചാൽ മതി. ഒരിക്കൽ എന്റെ സ്നേഹിതനായ മരിച്ചുപോയ ജോർജ് കോവൂർ, അദ്ദേഹം ഒരിക്കൽ ലാപ്ടോപ്പ് തുറന്ന് ഒരു മനുഷ്യന്റെ തലച്ചോറിനകത്ത് ഞരമ്പുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. പറഞ്ഞു, ഇതിൽ ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ഥാനം തെറ്റിയ പിന്നെ അവന്റെ പേര് ഭ്രാന്തൻ എന്നാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു ഒരു ഞരമ്പിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനചലനമില്ലാതെ ദൈവം നമ്മെ സൃഷ്ടിച്ച്. ദൈവത്തെ സ്തുതിക്കാൻ വേറെ ഒന്നും വേണ്ട പ്രിയരെ, ഇതൊക്കെ തന്നെ മതി. കാരണം
പല ആളുകളുടെയും സൃഷ്ടിയിൽ വന്ന പ്രതിസന്ധികൾ നിമിത്തം പലരും വൈകല്യത്തിലും ഒക്കെ പോകുമ്പോൾ ഇന്ന് രാത്രി ദാവീദിനോട് ചേർന്ന് നാം പറയണം, ദൈവമേ, നീ എന്നെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ അതേ ജ്ഞാനത്തിന്റെ വലിയ തലമാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പം ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനം അത് പറയാൻ വേണ്ടിയാണ് ദൈവം സഭയെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. അവിടെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. 3 തരത്തിലുള്ള ജ്ഞാനങ്ങൾ മനുഷ്യനുണ്ട്. നിങ്ങൾ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരിക. അവിടെ 3 തരത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് മനുഷ്യന്റെ ജ്ഞാനമാണ്. സ്തോത്രം. 15-ാം വാക്യം, 3:15. 1, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അപ്പൊ ഒന്നാമത്തെ ജ്ഞാനം ഉയരത്തിലെ ജ്ഞാനം. ഈ രണ്ടാമത്തെ ജ്ഞാനം ഭൗമിക ജ്ഞാനം. മൂന്നാമത്തെ ജ്ഞാനം പ്രാകൃത ജ്ഞാനം. നാലാമത്തെ ജ്ഞാനം പൈശാചിക ജ്ഞാനം. നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അത് മനുഷ്യന്റെ ജ്ഞാനം 4 തലങ്ങളിലുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ജ്ഞാനം 4 തലങ്ങളിലാണ്. ഒന്ന് ഉയരത്തിലെ ജ്ഞാനം. അത് പ്രാപിച്ചവരുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, നിശ്ചയം. പണ്ട് ശലോമോൻ പ്രാപിച്ചത് അതായിരുന്നു, ഉയരത്തിലെ ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനം അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, കൈമോശം വന്നുപോയി. ഇനി ഉയരത്തിലെ ജ്ഞാനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങൾക്ക് ഇത് ഉയരത്തിലെ ജ്ഞാനമാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള മാർഗമുണ്ട്. ആ മാർഗവും യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. 17-ാം വാക്യം, നിങ്ങളിലുള്ളത് ഉയരത്തിലെ ജ്ഞാനമാണോ എന്ന് നോക്കി. അവിടെ ഒരു 7 എലമെന്റുകൾ പറയുന്നുണ്ട്. ആ എലമെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് ഉയരത്തിലെ ജ്ഞാനമുണ്ട്. എന്താണ് ഒന്നാമത്തെ എലമെന്റ്? 17-ാം വാക്യം, നിർമ്മലം. ഉയരത്തിലെ ജ്ഞാനത്തിന് നിർമ്മലമായിരിക്കും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പ്യുവർ എന്ന. സ്തോത്രം. 2, അത് സമാധാനമായിരിക്കും. 3, അത് ശാന്തമുള്ളതായിരിക്കും. 4, അത് അനുസരണമുള്ളതായിരിക്കും. 5, അതിൽ കരുണയുണ്ടായിരിക്കും. 6, സൽഫലം നിറഞ്ഞതായിരിക്കും. 7, ഒരു പക്ഷപാതവും കാണുകയല്ല. 8, കപടമില്ലാത്തതായിരിക്കും. ഈ 8 ഇലമെന്റുകൾ ഉള്ള ഈ 8 ആസ്പെക്റ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സംശയിക്കേണ്ട, നിങ്ങൾക്ക് ഉയരത്തിലെ ജ്ഞാനം ഉണ്ട്. എന്നാൽ സങ്കടകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ 8ഉം കൂടെ ചേർന്ന ഒരു ജ്ഞാനമുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ കാണാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയരത്തിലെ ജ്ഞാനമുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. അപ്പൊ പിന്നെ നമുക്കുള്ളത് ഏതായിരിക്കാം? ബാക്കി 3 ഏതാ? 1, ഭൗമിക ജ്ഞാനം. 2, പ്രാകൃത ജ്ഞാനം. 3, പൈശാചിക ജ്ഞാനം. അപ്പം സാത്താനും ജ്ഞാനം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ എഗസ്റ്റിയൽ പ്രവചനത്തിൽ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ജ്ഞാന സമ്പൂർണനാകുന്നു എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നോക്കിയേ, ഒരു കാര്യം വ്യക്തമാണ്, ഈ ഈ ഈ നമ്മൾ ഈ ഉയരത്തിലെ ജ്ഞാനത്തിന്റെ ലക്ഷണം പറയുമ്പോൾ അത് 13-ാം വാക്യത്തിലാണ് പറയുന്നത്. ഒരാൾ ജ്ഞാനിയാണോ എന്നുള്ളതിന്റെ ലക്ഷണം പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? 13-ാം വാക്യത്തിൽ പറയുന്നു, ജ്ഞാന ലക്ഷണമായ സൗമ്യത. അപ്പൊ ഒരാൾക്ക് ജ്ഞാനമുണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നത്? അയാളിലുള്ള സൗമ്യതയിലൂടെയാണ് അറിയുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിന്റെ സൗമ്യത നിന്നെ വലിയവനാക്കുമെന്ന്. സ്തോത്രം. നിങ്ങൾ ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ പാട്ട് പാടുമ്പോൾ, ആരാധന നടക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ മൗനമായി തല കുനിച്ചിരിക്കുന്ന അല്ല സൗമ്യത. അത് ഭൂതം കയറിയിട്ട. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഈ മോശ ഭൂതലത്തിലൊക്കെയും അതിസൗമ്യനായി എന്ന് ഒരു വാക്യമുണ്ട്. അതെവിടെയാ കൊടുത്തേക്കെന്ന് അറിയാമോ? ആ വാക്യത്തിന്റെ പ്രധാനം എവിടെയാണെന്നറിയാമോ? സംഖ്യാപുസ്തകത്തിലാ കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ ഈ പശ്ചാത്തലം അറിയാതെ ഒന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പശ്ചാത്തലം, മോശയുടെ വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടായി. സ്തോത്രം. മോശയുടെ വീട്ടിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. ഈ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഇടയ്ക്ക് ദൈവാത്മാവ് തിരികെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലൊക്കെയും എന്തായി? സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അപ്പം ഈ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ മോശയുടെ വീട്ടിൽ പ്രശ്നം ആരംഭിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, മോശ ഒരു കൂശ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായ. അപ്പം 1-ാം വാക്യം മുതൽ കുടുംബ പ്രശ്നം ആരംഭിച്ചു. മോശയ്ക്കെതിരായിട്ട് നിൽക്കുകയാണ് ജ്യേഷ്ഠനും പെങ്ങളും. പക്ഷേ ഈ കുടുംബ പ്രശ്നത്തിന് ഇടകൊണ്ടുവന്ന് ഈ വാക്യം എന്തിനാ എഴുതി വെച്ചത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. എന്താ? 3-ാം വാക്യത്തിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വാക്യം, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലൊക്കെയും സകല മനുഷ്യരും അതിസൗമ്യന. അപ്പൊ എനിക്ക് മനസ്സിലായതിന്റെ കാര്യം, പണ്ട് ഇവന്റെ ഹിസ്റ്ററി എന്ന് പരിശോധിക്കണം. പണ്ട് ഒറ്റയടിക്കൊരുത്തനെ തല്ലിക്കൊന്ന് മണലിത്താത്ത പുള്ളിയാണ് ആര്? മോശ.
ഒറ്റയടിക്ക് ഒരുത്തൻ മയ്യത്തായവനെടുത്ത് പുള്ളി അയ്യത്തടക്കിയിട്ട് കൂളായിട്ട് പോയ പാർട്ടിയാണ് മോശ. അപ്പൊ ഒരു കാര്യം ഓർത്തു വെക്കണം, ആ മോശയെ കുറിച്ച് ഇവിടെ പറയുന്നതിന്റെ കാര്യം, മിരിയാമും അഹരോനും ഒന്നും പണ്ട് മോശയ്ക്ക് നേരെ നിൽക്കത്തില്ലായിരുന്നു. പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ ഇന്ന് പെങ്ങളും അളിയനും ഒക്കെ മണ്ണിനടി പോയേനെ. സ്തോത്രം. പക്ഷേ തനിക്ക് ചുറ്റും കുടുംബം മൊത്തം തനിക്കെതിരെ നിൽക്കുമ്പോഴും, അത് കുടുംബം മുഴുവൻ തനിക്ക് നേരെ തിരിയുമ്പോഴും, തിരിച്ചു പ്രതികരിക്കാൻ തനിക്ക് പവർ ഉള്ളപ്പോഴും, താൻ ആ വിഷയത്തിന്റെ നടുവിൽ കാണിച്ച ആ മൗനമാണ് തന്റെ ജ്ഞാനത്തിന്റെ ലക്ഷണം. അതാണ് ദൈവം പറഞ്ഞത്, അവൻ ഭൂതലത്തിലൊക്കെയും എന്താ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം. നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലാത്തപ്പോൾ നിങ്ങൾ മൗനമായിരിക്കുന്നതിനെ അല്ല ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അഡ്മിൻ പവർ ഉണ്ട്, നിങ്ങൾക്കാണ് പ്രിവിലേജ് ഉള്ള പവർ ഉള്ള ആള്, നിങ്ങൾക്ക് പ്രതികരിക്കാൻ പവർ ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, അതോറിറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾക്ക് നേരെ ഒരാൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് നേരെ ഒരാൾ അതരം തുറക്കുമ്പോൾ, നിങ്ങൾക്ക് നേരെ ഒരാൾ ശബ്ദമുയർത്തുമ്പോൾ, ആ വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ കർത്താവ് നിമിത്തം മൗനതയോടെ സൗമ്യമായിരിക്കുമെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ജ്ഞാനിയാകുന്നു, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് നിങ്ങൾ കാണുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഭൂരിഭാഗം ഓഫായിരുന്നു, കൈ പൊക്കിക്കുന്നില്ല. കാരണം അത് ജ്ഞാനത്തിന്റെ ലക്ഷണമുള്ളവർ കൈ പൊക്കിക്കാൻ പറഞ്ഞാൽ നമ്മൾ അല്പം ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ നോക്കിക്കേ, ഓടിപ്പോകട്ടെ. അപ്പോൾ ചാപ്റ്റർ 3, സഭ എന്ന മർമ്മം. അപ്പം നോക്കിയേ, സഭ ഇവിടെ ഒരു മർമ്മമായിട്ടാണ് കാണുന്നത്. മർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വെളിപ്പെട്ട് വന്ന്, ഇപ്പൊ അതിനെ മർമ്മം എന്ന് പറയാൻ പറ്റില്ല. പണ്ടത് മർമ്മമായിരുന്നു എന്ന് പറഞ്ഞ പിതാക്കന്മാർക്ക് അപ്പോസ്റ്റലന്മാർക്കൊക്കെ മറന്നു കിടന്ന. ഇപ്പൊ അത് മർമ്മമല്ല, കാരണം ഇപ്പൊ അത് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ മർമ്മം എന്ന് പറയാൻ കഴിയില്ല. സ്തോത്രം. ഇനി 4 ചാപ്റ്റർ 4, അവിടെ സഭ ഒരു പുതിയ സൃഷ്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഭ ഒരു പുതിയ സൃഷ്ടി എന്നാണ് കാണുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടി വരാം. സഭ ഒരു പുതിയ സൃഷ്ടി. സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വിഷയം കാണുന്നത്. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ്. ഈ പ്രത്യേകിച്ച് 23, 24 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. പഴയൊരു മനുഷ്യൻ ഉള്ളത് കൊണ്ടാണ് പുതിയ സൃഷ്ടി എന്നുള്ള വാക്ക് അന്വർത്ഥമാകുന്നത്. അപ്പോൾ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് എന്താ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ഇവിടെ സഭ എന്ന് പറയുന്നത് ഒരു പുതുമനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സഭ ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിലാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. ഇനി 5-ാം അധ്യായം ചാപ്റ്റർ 5, അവിടെ സഭ ഒരു മണവാട്ടി എന്ന നിലയിലാണ് കാണുന്നത്. സഭ ഒരു മണവാട്ടി. 5-ാം അധ്യായത്തിലേക്ക് വന്ന് 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ 22 മുതൽ 31 വരെ കുടുംബജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ അടങ്ങിയ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് 32-ാം വാക്യത്തിൽ വന്നപ്പം പൗലോസ് പറയുകയാണ്, ഞാൻ കേവലം ഒരു കുടുംബജീവിതത്തെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ. അതുകൊണ്ട് 5-ാം അധ്യായത്തിൽ സഭ ഒരു മണവാട്ടിയാണ്. സഭ എന്താണ്? ഒരു മണവാട്ടിയാണ്. സ്തോത്രം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ഒരു പടയാളിയാണ്, സോൾജിയർ ആണ്, പടയാളിയാണ്. 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അതൊന്നും വായിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സഭയെ നമ്മൾ ഈ തലത്തിൽ ഈ എഫേസ്യ ലേഖനത്തിന്റെ പ്രധാന വിഷയം തന്നെ സഭയാണല്ലോ. അതുകൊണ്ട് തന്നെ സഭയെ നമുക്ക് 6 അധ്യായങ്ങളിലും കാണുന്നു. 1-ാം അധ്യായത്തിൽ സഭ ഒരു ശരീരം, 2-ാം അധ്യായത്തിൽ സഭ ഒരു മന്ദിരം, 3-ാം അധ്യായത്തിൽ സഭ ഒരു മർമ്മം, 4-ാം അധ്യായത്തിൽ സഭ ഒരു പുതിയ സൃഷ്ടി, 5-ാം അധ്യായത്തിൽ സഭ ഒരു മണവാട്ടി, 6-ാം അധ്യായത്തിൽ സഭ ഒരു പടയാളി. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് 5-ാം അധ്യായത്തിലോട്ട് കയറാം. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ച വാക്യം 5-ാം അധ്യായം 18-ാം വാക്യമാണ്. 5-ാം അധ്യായത്തിലോട്ട് കയറാം. അപ്പൊ 5-ാം അധ്യായത്തിലെ വിഷയം എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണും. 5-ാം അധ്യായത്തിൽ സഭ ഒരു മണവാട്ടി എന്നുള്ളതാണ് 5-ാം അധ്യായത്തിന്റെ 33 വാക്യങ്ങൾക്കകത്തും അത് നാം കാണുന്ന വിഷയം. സഭ ഒരു മണവാട്ടി എന്നുള്ളതാണ് ഈ അധ്യായത്തിലെ പ്രമേയം. സ്തോത്രം. അപ്പോൾ ഇവിടെ 1-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സഭ എന്ന മണവാട്ടിക്ക്
പൗലോസിലൂടെ കൊടുക്കുന്ന ശക്തമായ നിർദ്ദേശം എന്താണ് നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിന് 1-ാം വാക്യം നോക്കാം. സഭ എന്ന മണവാട്ടിക്ക് എന്താണ് പൗലോസിലൂടെ കൊടുക്കുന്ന ശക്തമായ നിർദ്ദേശം? ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. സഭ എന്ന മണവാട്ടിയോട് പൗലോസിലൂടെ ദൈവാത്മാവ് കൊടുക്കുന്ന ശക്തമേറിയ നിർദ്ദേശം, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഇവിടെ ഈ അനുകരിക്കുക എന്നുള്ള ആ മലയാള പദം, അനുകരിക്കുക എന്നുള്ള ആ മലയാള പദം, അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് മിമിറ്റ്സ് എന്ന ഒരു പദമാണ്. MIMETS, മിമിറ്റ്സ് എന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത് അനുകരിക്കുക എന്നുള്ളതിന്. സ്തോത്രം. അപ്പം ഈ മിമിറ്റ്സ് എന്ന പദത്തിൽ നിന്നാണ് അനുകരണം എന്ന പദം ഈ 5-ന്റെ 1 വന്നിരിക്കുന്നത്. സ്തോത്രം. എന്താണ് ഈ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ? സഭ എന്ന മണവാട്ടിയോട് പൗലോസ് പറയാണ്, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ നിങ്ങൾ അനുകരിക്കണം. എന്താണ് ഈ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്തോത്രം. ഒരാൾ മറ്റൊരാളെ അനുകരിക്കുമ്പോൾ അയാൾ മറ്റൊരാളായി മാറുകയാണ്. സ്തോത്രം. ശരിയല്ലേ? നമുക്ക് സെക്കുലർ വേൾഡിൽ അതൊരു കലാസക്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്, മിമിക്രി എന്നൊക്കെ പറയുന്നത്. മറ്റുള്ളവരെ അനുകരിക്കുകയാണ്. അനുകരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അനുകരിക്കുന്നയാൾ മറ്റൊരാളായി മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സഭ എന്ന മണവാട്ടിയോട് പൗലോസ് പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങൾ കർത്താവിനെ നിങ്ങൾ അനുകരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ പോലെ ആയി മാറുവാൻ ശ്രമിപ്പീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കർത്താവിനെ പോലെ ആകാൻ പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകുക എന്നല്ല അവിടെ പറയുന്നത്. പിന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരാൻ ശ്രമിപ്പീൻ എന്നതിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവീൻ എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. ദൈവത്തിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായി തീരുവീൻ എന്ന ഒരാഹ്വാനത്തോടു കൂടെയാണ് ഈ 5-ാം അധ്യായം തുടങ്ങുന്നത്. അപ്പൊ സഭ എന്ന മണവാട്ടിയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവീൻ എന്ന ഒരു നിർദ്ദേശത്തോടു കൂടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തെ അനുകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അന്വർത്ഥിക്കണം. അതാണ് താഴോട്ടുള്ള വാക്യങ്ങൾ, 2 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 1-ാം അധ്യായത്തിലെ ഈ നിർദ്ദേശം ഏത്? ദൈവത്തെ അനുകരിക്കുക, അവന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുക. ഈ ദൈവത്തെ അനുകരിക്കുക എന്നുള്ള ഈ നിർദ്ദേശം നടപ്പിലാകണമെങ്കിൽ അത് വേറെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് 2 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതിൽ 1-ാമത്തെ കാര്യം, സ്തോത്രം, ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ഒന്നാമത് നാം ചെയ്യേണ്ടത് സ്നേഹത്തിൽ നടക്കണം. എന്തിൽ നടക്കണം? സ്നേഹത്തിൽ നടക്കണം. 5-ാം അധ്യായം 2-ാം വാക്യം അവസാനിക്കുമ്പോൾ പറയുന്നത് അത് പറഞ്ഞുകൊണ്ടാ. എന്താ പറയുന്നത്? സ്നേഹത്തിൽ നടപ്പീൻ. നോക്കിക്കേ, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പോൾ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ പോയിന്റ് നമ്പർ 1, നമുക്ക് വേണ്ട 1-ാമത്തെ കാര്യം, നാം സ്നേഹത്തിൽ നടക്കുന്നവരാകണം. നാം എന്തിൽ നടക്കണം? സ്നേഹത്തിൽ. എഫെസ്യ ലേഖനത്തിന്റെ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ആ വാക്യത്തിലേക്ക് വരികയാണ്. ഇനി 2-ാമത്തെ കാര്യം, ദൈവത്തെ അനുകരിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട 2-ാമത്തെ കാര്യം, നാം വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. അതായത് വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കുന്നവരായിരിക്കണം. 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അവസാനിക്കുമ്പോൾ അതാണ് പറയുന്നത്, വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവീൻ. അപ്പൊ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ 2-ാമത് നമുക്ക് അത്യാവശ്യമുള്ളത്, നാം വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കണം. സ്തോത്രം. വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ഇനി എന്തുകൊണ്ടാണ് വെളിച്ചത്തിലുള്ളവരായി നടക്കണം എന്ന് പറയുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം,
ദൈവം വെളിച്ചമായത് കൊണ്ട് നാം വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കണം. വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കണം. സ്തോത്രം. ഇനി മൂന്നാമത്തെ കാര്യം, നാം ദൈവത്തെ അനുകരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, നാം ജ്ഞാനികളായി നടക്കണം. മൂന്നാമത്തെ കാര്യം, ജ്ഞാനികളായി നടക്കണം. 5-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്രേ നടപ്പാൻ നോക്കുവീൻ. കണ്ടോ എന്ത്? അപ്പം ജ്ഞാനികളായി നടക്കുന്നവന് മാത്രമേ ദൈവത്തെ അനുകരിപ്പാൻ കഴിയൂ. സ്തോത്രം. ഇവിടെ പറയുന്ന ജ്ഞാനം PSC ടെസ്റ്റ് എഴുതാനുള്ള ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്. സ്തോത്രം. ഇനി എന്തുകൊണ്ടാ ജ്ഞാനികളായി നടക്കണമെന്ന് പറയാൻ കാരണം 16-ാം വാക്യം, ഇത് ദുഷ്കാലമാണ്. അപ്പൊ ഈ ദുഷ്കാലമായതുകൊണ്ട് ജ്ഞാനികളായി നടക്കണം. സ്തോത്രം. ഇനി ജ്ഞാനികളായി നടന്നാൽ മാത്രമേ 17-ാം വാക്യത്തിൽ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കാൻ കഴിയൂ. മനസ്സിലാകുന്നുണ്ടോ? ജ്ഞാനികളായി നടക്കുന്നവന് മാത്രമേ കർത്താവിന്റെ ഇഷ്ടം ഇന്നതാന്ന് ഗ്രഹിക്കാൻ പറ്റൂ. സ്തോത്രം. അപ്പോൾ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ 1, സ്നേഹത്തിൽ നടക്കണം. 2, വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കണം. 3, ജ്ഞാനികളായി നടക്കണം. ഇനി 4-ാമത്തെ കാര്യം, യോജിപ്പിൽ ഒത്തൊരുമയിൽ നടക്കുവീൻ. യോജിപ്പിൽ ഒത്തൊരുമയിൽ നടക്കുവീൻ. 5-ാം അധ്യായം 18 മുതൽ 6-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങൾ. യോജിപ്പിൽ ഒത്തൊരുമയിൽ നടക്കുവീൻ. 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ തുടങ്ങി 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വരെ ഈ വിഷയമാണ് പറയുന്നത്. യോജിപ്പിൽ ഒത്തൊരുമയോടെ നടക്കുവീൻ. 5-ാം അധ്യായം 18 മുതൽ 6-ാം അധ്യായം 9 വരെ. ഇനി നമ്മുടെ വിഷയത്തിലോട്ടൊന്ന് ജസ്റ്റ് കയറി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അപ്പോഴേക്കും നമ്മുടെ സമയം കഴിയും. ഞാൻ പ്രാരംഭം പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്. നാളെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. നാളെ നമ്മൾ ഡയറക്റ്റ് ബാക്കി കാര്യങ്ങൾ പറയത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ അന്വർത്തിക്കണം. സ്തോത്രം. ഈ 4 കാര്യങ്ങൾ അന്വർത്തിക്കണം എന്ന് പറയുമ്പോൾ അതിൽ 4-ാമത്തെ കാര്യം, ആദ്യത്തെ 4 കാര്യങ്ങൾ, 1 നാം കണ്ടു, സ്നേഹത്തിൽ നടക്കണം. 2, വെളിച്ചത്തിൽ നടക്കണം. 3, ജ്ഞാനികളായി നടക്കണം. 4-ാമത്തെ വിഷയത്തിലാണ് നമ്മുടെ സബ്ജക്റ്റ് കിടക്കുന്നത്. എന്താണ്? യോജിപ്പിൽ ഒത്തൊരുമയോടെ നടപ്പീൻ. അപ്പോൾ സഭ യോജിപ്പിൽ, സഭ ഒത്തൊരുമയിൽ നടക്കണമെന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സഭ, ഒരു പ്രാദേശിക സഭ യോജിപ്പിലും ഒത്തൊരുമയിലും നടക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് 5-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്. ഏത്? ആത്മാവിൽ നിറഞ്ഞവരാകുവീൻ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സഭ, പ്രത്യേകിച്ച് നിങ്ങളുടെ സഭയുടെ പേര് ഓർക്കുന്നില്ലെങ്കിലും പറയുകയാണ്, നിങ്ങളുടെ സഭ യോജിപ്പിലും ഒത്തൊരുമയിലും നടക്കുവാൻ നിങ്ങളുടെ സഭയെ സഹായിക്കുന്ന ഘടകത്തിന്റെ പേരാണ് പരിശുദ്ധാത്മ നിറവ്, ആത്മനിറവ്. സ്തോത്രം. ഇത് സഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ സഭ യോജിപ്പിലും ഒത്തൊരുമയിലും നടക്കൂ. ഞാൻ അതിന്, സ്തോത്രം, ചെറിയ ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ സുവിശേഷങ്ങളിലേക്ക് നോക്ക്. യേശുവിന്റെ ശിഷ്യന്മാർ തമ്മിൽ യാതൊരു യോജിപ്പുണ്ടായിരുന്നില്ല, ഒത്തൊരുമയില്ലായിരുന്നു. അതിന്റെ തെളിവ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 46-ാം വാക്യത്തിൽ, ഞങ്ങളിൽ ആരാകുന്നു ഒന്നാമൻ എന്ന അവരുടെ ഇടയിൽ വാദമുണ്ടായിരുന്ന ആർഗ്യുമെന്റ്. ഞാനാണോ വലുത്, നീയാണോ വലുത്? ആർഗ്യുമെന്റ്സ്. ഞാനല്ലേ ആദ്യം വന്ന ശിഷ്യൻ, നീ അവസാനം വന്ന പുള്ളിയല്ലേ? ഇതേ ആർഗ്യുമെന്റ്സ് ചർച്ചയിലും ഉണ്ട്. സ്തോത്രം. ഞങ്ങളൊക്കെ ആദ്യം വന്ന ആളുകളാണ്, നിങ്ങളൊക്കെ ഇന്നലെ വന്ന ആളുകളാണ്, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, ആർഗ്യുമെന്റ്സ്, വാദം. ഇവിടെ ഇടയിൽ ഒരു യോജിപ്പില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ടായിരിക്കാം, ഞാൻ എൻ്റെ ഒരു ഊഹം പറയുകയാണെ, അതൊരു ഉപദേശമായിട്ട് എടുക്കരുത്. ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ പയ്യൻ, ചെറുപ്പക്കാരൻ,
അവന്റെ ദേഹത്തുണ്ടായിരുന്ന ഭൂതം 6000 ഭൂതം ഉണ്ടായിരുന്നു. ഈ ഭൂതം എല്ലാം വിട്ടുപോയി. അവന് സുബോധം വന്നു കഴിഞ്ഞപ്പം അവൻ യേശുവിനോട് ചോദിച്ചു, ഗുരോ, ഞാനും കൂടെ നിന്റെ കൂടെ പോരട്ടെ എന്ന്. മർക്കോസിലെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, യേശു അത് അനുവദിച്ചില്ല താനുമെന്ന്. അപ്പൊ നമ്മുടെ ചില അപേക്ഷകൾ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാം ദൈവം അനുവദിക്കത്തില്ല. അതിന്റെ പുറകിലും ദൈവത്തിനുള്ള ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോ എന്തുകൊണ്ടാണ് അനുവദിക്കാതിരുന്നേന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, കർത്താവ് ചിന്തിച്ചതെന്ന് വെച്ചാൽ, നിന്റെ ഭൂതം എല്ലാം പോയിരിക്കുക. ഇപ്പം 6000 എണ്ണം ഉണ്ടായിരുന്നു, അത് മൊത്തം പോയിരിക്കുക. ഇപ്പൊ നീ വെടിപ്പായിരിക്കുകയാണ്. ഇപ്പൊ നിനക്ക് ഭൂതമൊന്നുമില്ല. അതുകൊണ്ട് നീ ഈ ദെക്കപ്പൊലി നാട്ടിൽ, ഈ ഗദർദേശത്ത് തന്നെ നിന്ന് നീ ഒരു പയനിയർ വർക്ക് ചെയ്യും. നീ ദൈവത്തെ ഓർത്ത് എന്റെ ഗ്രൂപ്പിനകത്തോട്ട് വരണ്ട. അവിടെ ആർഗ്യുമെന്റ്സും ഉടക്കും യോജിപ്പും ഇല്ലാതെ 12 എണ്ണം എന്റെ കൂടെ ഉണ്ട്. നിന്റെ 6000 ഭൂതം ഇപ്പൊ പോയിട്ടിരിക്കുക. ഇങ്ങോട്ട് കയറുമ്പോൾ വേറെ ചിലത് കയറാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലായിരിക്കും കർത്താവ് പറഞ്ഞത്. കർത്താവ് ഇവരെ പല പ്രാവശ്യം ശാസിക്കുന്നുണ്ട്. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. അയ്യോ, ആ പദം ഭയങ്കരമാണ്. ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കുമെന്ന് കർത്താവ് ചോദിക്കണമെങ്കിൽ എന്താ പറയുന്നത്, ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത ക്യാരക്ടറായിരുന്നു ഈ ശിഷ്യന്മാരിൽ ഈ 12 പേർക്ക്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഈ ശിഷ്യന്മാർക്ക് സുവിശേഷങ്ങളിൽ യോജിപ്പില്ല. നിങ്ങള് ഈ പത്രോസ് പടകിന്റെ ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന ഭാഗം ഒന്ന് വായിച്ചാൽ മതി. പത്രോസ് വെള്ളത്തിൽ മുങ്ങി താന്നപ്പം പത്രോസ് നിലവിളിച്ചെന്ന വാക്യം. പുറകിൽ വഞ്ചിയിൽ ബാക്കി ശിഷ്യന്മാരെ കണ്ടോണ്ടിരിക്കും. ഇവന്മാർ ഒറ്റ ഒരെണ്ണം പോലും നിലവിളിച്ചില്ല. അവര് വിചാരിച്ചാണ് ഗ്ലോറി ടു ഗോഡ്, മുങ്ങുവാണ് മുങ്ങിക്കോട്ടെ, അടുത്ത സെക്രട്ടറി ആകാലോ. പത്രോസ് പന്തിരുവരി പ്രധാനിയാണല്ലോ, ഈ പ്രധാനി പോയി കഴിഞ്ഞാൽ അടുത്ത പ്രധാനി ആകാലോ എന്ന് ചിന്തിച്ചാണ്. ഒരാൾ നിലവിളിച്ചില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവരുടെ ഇടയിൽ യോജിപ്പുണ്ടായിരുന്നില്ല. ഇവരുടെ ഇടയിൽ യാതൊരു രീതിയിലുമുള്ള ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ശിഷ്യന്മാരെ അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ നിങ്ങൾ വായിച്ചു നോക്കി. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 2-ാം അധ്യായത്തിൽ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന്, പത്രോസ് തനിച്ചെഴുന്നേറ്റെന്നല്ല, 11 പേരോടുകൂടി എഴുന്നേറ്റ് എന്ന് പറയുമ്പം ഈ പത്രോസ് പ്രസംഗിക്കുമ്പോൾ 11 പേര് ഒറ്റക്കെട്ടായി പത്രോസിനോട് കൂടെ ചേർന്ന് നിൽക്കുക. നോക്കിക്കേ, പിന്നെങ്ങനെയാണ് ഒറ്റ പ്രസംഗത്തിൽ 3000 രക്ഷിക്കപ്പെടാതിരിക്കുന്നത്? അവർ 11 പേരും 12 പേരും ഒരു ചങ്ങലയിലെ കണ്ണി പോലെ നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ 3000 രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്നാനപ്പെട്ടതിനകത്ത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി നിങ്ങൾ നോക്കിയേ, 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം, പത്രോസ് മുടന്തനോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഞങ്ങളെ നോക്ക്. പണ്ടത്തെ പത്രോസ് ആയിരുന്നേ പറഞ്ഞേനെ, ബ്രദർ എന്നെ മാത്രം നോക്കിയാൽ മതി, ഞാനല്ലേ സഭ പരിചയപ്പെടുത്തി തന്നെ, ഞാനല്ലേ വണ്ടി ഒന്ന് എടുത്തോണ്ട് വന്നേ, ഞാൻ പറഞ്ഞ കേട്ടാ മതി, എന്നെ നോക്ക്. പക്ഷെ യോഹന്നാനെ കൂടെ ചേർത്ത് അവിടെ പത്രോസ് പറയുന്നത് ഞങ്ങളെ നോക്ക്. നോക്കിക്കേ, ഇവിടെ ആ ഐക്യതയുടെ സ്പിരിറ്റ് ഉണ്ടോ? ഇനി ഇവരെ 4-5 അധ്യായങ്ങളിൽ ഇവരെ വിസ്തരിക്കുമ്പം പത്രോസ് അവരോട് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ചത് ആക്ച്വലി പത്രോസാണ്. പക്ഷെ ഈ 11 പേരെയും വിശേഷാൽ യോഹന്നാനെയും കൂടെ ചേർത്താണ് പത്രോസ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിച്ച. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പത്രോസിനോട് ചോദിക്കുക, പത്രോസേ, പണ്ട് എനിക്ക് എന്ന് മാത്രം ഉണ്ടായിരുന്ന നീ ഇപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ എന്ന പദത്തിലേക്ക് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മറുപടിയെ പത്രോസ് പറയാനുള്ളൂ. മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുവൻ ഞങ്ങളുടെ മേൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു നിറവ് പ്രാപിച്ചു. ആ നിറവിന്റെ പേരാണ് പരിശുദ്ധാത്മ നിറവ്. സ്തോത്രം. പരിശുദ്ധാത്മ നിറവ് എവിടെ വെളിപ്പെടുമോ അവിടെ ഐക്യത വെളിപ്പെട്ടു വരും, അവിടെ യൂണിറ്റി വെളിപ്പെട്ടു വരും, അവിടെ യോജിപ്പുണ്ടാകും, അവിടെ ഏകവചന പ്രയോഗങ്ങളില്ല, അവിടെ ബഹുവചന പ്രയോഗങ്ങളേ ഉള്ളൂ. ഞങ്ങൾ, അതെ, ഞാൻ, എനിക്കെന്നില്ല. പിന്നെ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നതിന് ശേഷം 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനായിരുന്നു? അവർക്കുള്ളതെല്ലാം എന്ത് ചെയ്തു? അതെ, എന്റേതാണെന്ന് ചിന്തിച്ചില്ല, പൊതുവകയെന്ന് എണ്ണിയെന്ന്. എന്ന് പറഞ്ഞാൽ എന്റേതെന്നോ നിന്റേതെന്നോ ഇല്ല, അവരെല്ലാം ജനറലായിട്ട് എണ്ണി. എന്താ എണ്ണാൻ കാരണം? ആത്മാവിന്റെ നിറവ്. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈഗോസുകളും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഐയും ഒക്കെ മാറിപ്പോയിട്ട് അത് സഭയ്ക്കകത്ത്
അതെ, സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, കർത്തൃദാസന്മാർ തമ്മിൽ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, അത് അപ്പോസ്തല പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതിന് വേണ്ടി അത് ഒരു ഒത്തൊരുമ വെളിപ്പെട്ടു വരാൻ, ഒരു യോജിപ്പ് വെളിപ്പെട്ടു വരാൻ, ഒരു ഐക്യത വെളിപ്പെട്ടു വരാൻ സഭയിൽ അത്യാവശ്യമായി വെളിപ്പെട്ടു വരേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഹോളി സ്പിരിറ്റ് അത് ഫില്ലാണ്, ഹോളി സ്പിരിറ്റ് ഫുൾഫിൽമെന്റ് ആണ്. ഇന്ന് രാത്രിയിൽ ആ ആത്മാവിന്റെ നിറവ് നിങ്ങളുടെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ സഭ യോജിപ്പിലേക്ക്, ഐക്യതയിലേക്ക് അത് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ദൈവാത്മാവ് നമ്മുടെ സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ സഭ എന്ന മണവാട്ടിയോട് അത് പൗലോസ്ലീഹ പറയുകയാണ്, അത് സഭ എന്ന മണവാട്ടിയെ നിങ്ങൾ ഒത്തൊരുമയിൽ നടക്കണമെങ്കിൽ, നിങ്ങൾ യോജിപ്പിൽ നടക്കണമെങ്കിൽ നിങ്ങൾ ആത്മനിറവിൽ ജീവിക്കണം. നിങ്ങൾ ആത്മനിറവുള്ളവരായി ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യോജിപ്പിൽ നടക്കാൻ കഴിയൂ എന്ന് പരിശുദ്ധാത്മാവ് അത് പൗലോസിലൂടെ സഭ എന്ന മണവാട്ടിയോട് നിർദ്ദേശിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിന്റെ ഒരു ഡെഫിനിഷൻ കൂടെ ഒന്ന് പറഞ്ഞിട്ട് സ്തോത്രം പെട്ടെന്ന് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. സ്തോത്രം. ഈ നിറവ് എന്നുള്ളതിന് 2 ഗ്രീക്ക് പദങ്ങളാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. നിറവ് എന്നുള്ളതിന് 2 ഗ്രീക്ക് പദങ്ങളാണ്. സ്തോത്രം. ഒന്നാമത്തെ പദത്തിന് പ്ലേറോ എന്ന പദമാണ്. പ്ലേറോ എന്ന പദമാണ്, PLERO, പ്ലേറോ എന്ന പദമാണ് കാണുന്നത്. അതിനെ അകത്തു നിറയുക എന്നാണ് അതിന്റെ അർത്ഥം. ആത്മനിറവ് എന്നുള്ളതിന് മൂലഭാഷയായ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പദമാണ് പ്ലേറോ എന്ന പദമാണ്. അതിന് അകത്തു നിറയുക എന്ന ഒരർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ചില ആളുകള് ഈ ഒരൊറ്റ ഗ്രീക്ക് പദമേ ഉള്ളൂ എന്ന് കരുതി അവര് കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അവർ കൂടുതലും എൻകറേജ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരതിനെ ഡീഗ്രേഡ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് വലിയ പ്രകടനങ്ങളൊന്നുമല്ല, നമുക്ക് വേണ്ടത് അകത്താണ് മാറ്റം വേണ്ടത്, അകത്താണ് മാറ്റം വേണ്ടത്. കാരണം ഇത് അകത്താണ് നിറയുന്നതെന്ന് ഉള്ള ഒരു പരാമർശമുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ തിയറി പൂർണ്ണമായും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നതിന് ഒരു ഗ്രീക്ക് പദമല്ല ഉള്ളത്, 2 പദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് പ്ലേറോ എന്നത് മാത്രമാണ് അകത്ത് നിറയുക. നിശ്ചയമായും അവർ പറഞ്ഞ ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. മാനിഫെസ്റ്റേഷനുകൾ മാത്രം നമുക്ക് പോരാ, നമുക്ക് ട്രാൻസ്ഫോർമേഷനുകൾ അത്യാവശ്യമാണ്. ആത്മാവ് നമ്മളിൽ നിറയുമ്പോൾ നമ്മിൽ വെളിപ്പെട്ടു വരേണ്ട ചില മാറ്റങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്, യൂണിറ്റി ഇൻ ഐക്യത എന്നുള്ള ഭാഗം. സ്തോത്രം. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ വരുന്നില്ല. നോക്കിക്കേ, അപ്പോൾ ഇത് ഒന്നാമത്തെ ഗ്രീക്ക് പദമാണ് പ്ലേറോ. സ്തോത്രം. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞു പോയ കാര്യമായിട്ടല്ല, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ടാണ് ഈ പ്ലേറോ എന്നുള്ള ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ ഗ്രീക്ക് പദം അത് ഒരു അസാധാരണ പദമാണ്. ഇതിനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പദമാണ്. അതിനെ പ്ലേത്തോ എന്നാണ് വിളിക്കുന്നത്. പ്ലേത്തോ. പ്രൊണൗൺസിയേഷനിൽ രണ്ടും ഏകദേശം ഒരുപോലെ തോന്നി തെറ്റിപ്പോകരുത്. പ്ലേത്തോ എന്ന പദമാണ്. PLETHO എന്ന പദത്തിലാണ് വരുന്നത്. പ്ലേത്തോ എന്നാ പറയുന്നത്. അതിന് ഈ പ്ലേറോ എന്ന പദത്തിൽ നിന്ന് അല്പം വ്യത്യസ്തകരമായ ആശയമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അത് പ്ലേത്തോ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, നാം അറിയാതെ പരിശുദ്ധാത്മാവ് നമ്മെ ഏറ്റെടുക്കുന്നതിനാണ് പ്ലേത്തോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾ അറിയാതെ, നിങ്ങൾ പ്രിപ്പയർ ആകാതിരിക്കുന്ന സമയം, നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾ അറിയാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുക്കും. അതിന് പറയുന്ന പേരാണ് പ്ലേത്തോ. അതിന് 21 ഇരിക്കണ്ട, 40 ഇരിക്കണ്ട, 3 ഇരിക്കണ്ട. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയം, ചിലപ്പോൾ നിങ്ങൾ അടുക്കള കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ കാർ ഡ്രൈവ് ചെയ്യാതിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുകയായിരിക്കാം. നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകത്തില്ല. ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്ത് നിങ്ങളെ എടുക്കും. നിങ്ങളെ ഹോളി സ്പിരിറ്റ് പെട്ടെന്ന് നിങ്ങളെ കയ്യിലെടുക്കും. അങ്ങനെ കയ്യിലെടുക്കുക മാത്രമല്ല, പ്രതീക്ഷിക്കാത്തുള്ള ചില പ്രതികരണങ്ങൾ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. ഇതിന്റെ പേരാണ് പ്ലേത്തോ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില നമ്മുടെ സ്ഥലം സഭകളിലേക്ക് ചില സഹോദരന്മാര് അവര്
സാധാരണ വർഷിപ്പിനൊന്നും കൈയൊന്നും അടിക്കുക, വലിയ ആരാധന ഒന്നും കൊടുക്കുക. ചില സമയം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു ആരാധനയും പെട്ടെന്നൊരു പ്രവചനവും, അത് പ്ലേത്തോയിൽ പെടുന്ന കാര്യമാണ്. മനസ്സിലാകുന്നില്ലേ? അപ്പൊ നമ്മുടെ ആളുകൾ അതിനെ പരിഹസിക്കും. കൈ അടിക്കത്തില്ല, ആരാധിക്കുകയൊന്നും ചെയ്യത്തില്ല, ഇപ്പം പെട്ടെന്ന് കുക്കറിന്റെ വിസിൽ വിട്ടതുപോലെ എന്നൊക്കെ പറഞ്ഞ് ചിലർ കളിയാക്കുന്ന ഒരു നാടൻ ശൈലി ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവരെ കളിയാക്കണ്ട. നമ്മള് അത് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് നമ്മളെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പ്ലേത്തോട്. ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ്. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ 21 days ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഒരു 8-9 പേര് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ വേണ്ടി ഫാസ്റ്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഈ പരിശുദ്ധാത്മ സ്നാനം എന്താണെന്നും വലിയ ധാരണയില്ല. അന്ന് എനിക്ക് 9 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 9 വയസ്സുള്ളൂ ധാരണ. പക്ഷെ തമ്പാർ അടിക്കുന്ന ഞാനാ. ഞങ്ങളുടെ ചർച്ചിലെ സൈട്രമും തമ്പാറും എല്ലാം അടിക്കുന്നത് ഞാനാ. സ്തോത്രം. ആ അങ്ങനെ ഈ ഫാസ്റ്റിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സൺഡേ തമ്പാർ മൂപ്പിക്കുന്നത്, ഈ ആരാധന മൂപ്പിക്കുന്നത്, ഈ തമ്പാർ അടിയിച്ച് മൂപ്പിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് എന്താ സംഭവിച്ചത്, അന്ന് ശുശ്രൂഷിച്ച ദൈവദാസൻ എല്ലാവരുടെയും ദേഹത്ത് കൈവച്ചതുപോലെ വന്ന് എന്റെ ദേഹത്ത് കൈവച്ച്. ഇത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തമ്പാർ തെറിച്ചു പോകുന്ന കണ്ടു. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നെ എടുത്തൊരൊറ്റ ഏറെറിഞ്ഞു. അതാണ് പ്ലേത്തോ എന്ന് പറഞ്ഞാൽ. അവിടെ പ്രിപ്പയർ ചെയ്ത ഒരു 8 പേര് പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ഇരിപ്പുണ്ട്. അവരിൽ 1-2 പേർക്ക് കിട്ടി, വേറെ പലർക്കും കിട്ടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അവര് പ്രിപ്പയർ ആയിരിക്കുന്നില്ല. പക്ഷെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ, ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാതെ, അറിവില്ലാതെ, ചിന്തയില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഹോളി സ്പിരിറ്റ് വേഗം തന്നെ ടേക്ക് ഓവർ ചെയ്ത് എന്നെ പിടിച്ചു. അതിന്റെ പേരാണ് പ്ലേത്തോ എന്ന് പറഞ്ഞാൽ ഇത് നിന്നിൽ സംഭവിക്കുമ്പോൾ, ഇത് നിന്നിൽ വെളിപ്പെടുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത പലതും നിന്നിലൂടെ വെളിപ്പെടും. അത് പ്രവചനമായിരിക്കാം, അത് വെളിപ്പാടായിരിക്കാം, അത് ചിലപ്പോൾ ഗിഫ്റ്റുകളുടെ ഓപ്പറേഷൻ ആയിരിക്കാം. ഇത് പലതും നിന്നിൽ കൂടെ സംഭവിക്കാം. അതങ്ങനെ വേഗമുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ടേക്ക് ഓവർ വെളിപ്പെടുമ്പോൾ സംഭവിക്കും. ഈ പദമാണ് പ്ലേത്തോ എന്ന പദം. നമുക്കതിന് ഒത്തിരി ഉദാഹരണം, ഈ പ്ലേത്തോയ്ക്ക് പറയാൻ ഒത്തിരി ഉദാഹരണം ബൈബിളുണ്ട് കേട്ടോ. അതിൽ 4-5 സംഭവങ്ങളുണ്ട്. അതിൽ ഒരു സംഭവം വേണമെങ്കിൽ ഇപ്പൊ ഓടിച്ചു പറയാം. സെക്കരിയാവ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 20, 22, 67 വാക്യങ്ങൾ കാണുന്ന സെക്കരിയാവ് ആലയത്തിൽ വെച്ച് ദൈവ ശബ്ദം കേട്ടു. എന്താ, നിന്റെ ഭാര്യ ഗർഭിണിയാകും എന്നുള്ള ശബ്ദമൊക്കെ കേട്ട് അദ്ദേഹം അവിശ്വസിച്ചപ്പോൾ അദ്ദേഹം ഊമനായിപ്പോയി. ഏകദേശം 9 മാസം സെക്കരിയാവ് മിണ്ടിയില്ല, ഊമനായിപ്പോയി. 9 മാസം. ഈ യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ്, പേരിടിൽ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പേര് എഴുതി കാണിച്ചപ്പോഴാണ്, അദ്ദേഹം ആ പേര് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഊമനായിരുന്ന കെട്ടുപൊട്ടിയത്. സ്തോത്രം. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാ സെക്കരിയാവ്. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ ഇതുവരെ നിറഞ്ഞതായിട്ട് ഒരിടത്തും എഴുതിയിട്ടില്ല. പക്ഷെ പെട്ടെന്ന് നാവ് തുറന്ന് ഈ 9 മാസത്തിന് ശേഷം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് സെക്കരിയാവ് പ്രവചിക്കാൻ തുടങ്ങി. എലിസബത്ത് ഉൾപ്പെടെയുള്ള സകല ആളുകൾ മണ്ടടിച്ചു പോയി, എക്സൈറ്റ് ആയിപ്പോയി. കാരണം അച്ഛൻ ഇന്നുവരെ പ്രവചിക്കുന്ന അവർ കണ്ടിട്ടില്ല. അച്ഛൻ ഇന്നുവരെ പിന്നെ ആശീർവാദം പറയുന്നതും അച്ഛൻ ഇന്നുവരെ സ്തുതി ചൊല്ലുന്നതും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എലിസബത്ത് കണ്ടിട്ടില്ല പ്രവചിക്കുന്നത്. അദ്ദേഹം നാവ് തുറന്ന് പ്രവചിക്കാൻ തുടങ്ങി. അതാണ് പ്ലേത്തോ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത നിമിഷം. നിങ്ങളിൽ പലരും ഇന്ന് ഒരുപക്ഷെ ഓർഡിനറി വിശ്വാസിയായിരിക്കാം, ഒരു ഓർഡിനറി പാസ് ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്ലേത്തോ വെളിപ്പെട്ട് വന്നാൽ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരു തയ്യാറെടുപ്പും വേണ്ട, നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനും വേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളെ പിടിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ടേക്ക് ഓവർ ചെയ്താൽ, നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിലൂടെ രോഗശാന്തി വെളിപ്പെടും, നിങ്ങളുടെ ഭൂതശാന്തി വെളിപ്പെട്ടു വരും, നിങ്ങളിലൂടെ നിങ്ങൾ ചിന്തിക്കാത്ത മിറക്കിൾസുകൾ വെളിപ്പെട്ടു വരും. അങ്ങനെ ഒരു പ്ലേത്തോ ഈ ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരാൻ എത്ര പേര് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരസാധാരണകരമായ ഒരു ഇടപെടലാണ് പ്ലേത്തോ എന്ന രണ്ടാമത്തെ പദം. പക്ഷെ ഇതിനകത്ത് നമ്മൾ വായിച്ച വാക്യത്തെ എഫീസ് ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് മടങ്ങി വന്ന വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. പ്രിയരെ, ഈ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സഭ ഒത്തൊരുമയോടെയും യോജിപ്പോടും കൂടിയും പോകണമെങ്കിൽ സഭയ്ക്കകത്ത് ആത്മനിറവ് അത്യാവശ്യമാണ്. സ്തോത്രം. അപ്പൊ ഈ ആത്മനിറവ് എന്നുള്ള പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൗലോസ് അതിന് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്താണ് ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ.
ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് നിറവിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഇത് പറഞ്ഞതിന് ശേഷമാണ് ആത്മാവിൽ നിറഞ്ഞവരായി, അതൊരു കൽപ്പനാ സ്വരത്തിലാണ് പറയുന്നത്. അപ്പൊ ഈ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ രണ്ട് നിറവുകളെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്ന് വീഞ്ഞിന്റെ നിറവും, രണ്ട് ആത്മാവിന്റെ നിറവും. സ്തോത്രം. ഈ വേദപുസ്തകത്തെ ഇതല്ലാതെ പല കാര്യങ്ങളുടെ നിറവിനെ കുറിച്ച് പറയുന്നുണ്ട്. റെഫറൻസുകൾ ഞാൻ ഓർക്കുന്നില്ലെങ്കിലും പറയാം. കോപം നിറഞ്ഞു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കോപം നിറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 7-ലാന്ന് എനിക്ക് തോന്നുന്നു. കോപം നിറഞ്ഞു. 2 അസൂയ നിറഞ്ഞു. 3 ഭ്രാന്തു നിറഞ്ഞു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. റെഫറൻസ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ നാളെ എടുത്തു തരാം. സ്തോത്രം. നോക്കിക്കേ, അപ്പൊ ഒരു കാര്യം എന്താണ്? അസൂയ നിറഞ്ഞു, കോപം നിറഞ്ഞു, ഭ്രാന്ത് നിറഞ്ഞു, വീഞ്ഞു നിറഞ്ഞു, ഫൈനലി ആത്മാവിനാൽ നിറയപ്പെടുക. സ്തോത്രം. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്താണോ നിറയപ്പെടുന്നത്, ആ നിറയപ്പെടുന്നതാണ് ആ ആളെ നിയന്ത്രിക്കുന്നത്. ഒരാളിൽ കോപം നിറഞ്ഞാൽ അയാളെ നിയന്ത്രിക്കുന്നത് ആ കോപമാണ്. ആ കോപ നിമിത്തം ചിലപ്പോൾ ഒരാളെ ബന്ധം നോക്കാതെ കത്തിയെടുത്ത് കൊന്നെന്ന് വരാം. സ്തോത്രം. നോക്കിക്കേ, കയീൻ ഹാബേലിനെ കൊന്നു. പെട്ടെന്നുണ്ടായ ഒരു കോപത്തിൽ നിന്നാണ്. കൊലപാതക നിമിത്തം ജയിലിൽ കിടക്കുന്ന പലരോടും ചോദിച്ചാൽ അവർ 5 മിനിറ്റിന്റെ കോപമാണ് അവരെ ജയിലിലാക്കിയത്. അപ്പൊ കാര്യം, ആ കോപം നിറഞ്ഞപ്പോൾ അവരെ നിയന്ത്രിച്ചത് ആ കോപമാണ്. അസൂയ നിറഞ്ഞാൽ ആ അസൂയ ആണ് അവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിനെതിരെ ശൗൽ 24 മണിക്കൂറും അവനെ പിന്തുടർന്നത്. സ്തോത്രം. നോയിക്ക്, അതുപോലെ ഒരാളെ ഭ്രാന്ത് നിറഞ്ഞാൽ അയാളെ നിയന്ത്രിക്കുന്നത് ആ ഭ്രാന്താണ്. അങ്ങനെയെങ്കിൽ ഒരാളിൽ വീഞ്ഞ് നിറഞ്ഞാൽ ആ വീഞ്ഞിന്റെ ഫലം എന്താണ്? പൗലോസ് പറയുന്നു, ഒരാളിൽ വീഞ്ഞ് നിറഞ്ഞാൽ അയാളെ നിയന്ത്രിക്കുന്ന വീഞ്ഞാണ്. നിങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ മദ്യപിക്കുന്ന ആളുകൾ. ഗവൺമെന്റ് റോഡ് അളക്കാത്തോണ്ട് ഇവർ മദ്യപിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് അളന്ന് പോകുന്ന കണ്ടിട്ടില്ലേ? സ്തോത്രം. നോക്കിക്കേ, ഈ ആളുകളെ നിയന്ത്രിക്കുന്നത് എന്താണ്? അവരെ നിയന്ത്രിക്കുന്നത് അവർ കുടിച്ച വീഞ്ഞാണ്. അപ്പോൾ വീഞ്ഞാണ് അവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നാൽ പിന്നെ അവരെ നിയന്ത്രിക്കുന്നത് കമ്മിറ്റിയല്ല, അവരെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടനയല്ല, അവരെ നിയന്ത്രിക്കുന്നത് അവരിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ആത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് ഉടമയാകുക. സ്തോത്രം. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നമ്മിൽ സ്വായത്തമാക്കുക. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നാളെ നമ്മൾ ദൈവം അനുവദിച്ചാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ജയകരമായ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഒരിക്കൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നതാണ് ആത്മാവിനാൽ നിറയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. വീഞ്ഞ് കുടിച്ചാൽ ആ വീഞ്ഞ് ഒരാളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ആ വീഞ്ഞ് അയാളെ നിയന്ത്രിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? അതാണ് പൗലോസ് അവിടെ പറയുന്നുണ്ട്. 5:18 പറയുന്നുണ്ട്, വീഞ്ഞ് ഒരാളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ആ വീഞ്ഞ് നിയന്ത്രിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ദുർനടപ്പ്. എന്താണ് ഉണ്ടാകുന്നത്? ദുർനടപ്പാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. എന്നാൽ ആത്മാവ് ഒരാളിൽ നിറഞ്ഞാൽ, ആത്മാവിന്റെ നിയന്ത്രണം അവരിൽ വന്നാൽ അവരിലൂടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ആ റിസൾട്ടാണ് 19-ാം വാക്യം. സ്തുതികൾ, അതെ, സങ്കീർത്തനങ്ങൾ, ആത്മീക ഗീതങ്ങൾ, തമ്മിൽ തമ്മിൽ സംസാരം, ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി പാടുക, കീർത്തനം ചെയ്യുക. അപ്പോൾ ഒരാത്മനിറവ് ഒരാടമേൽ വന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അവർ സഭയിൽ ആരും നിർബന്ധിക്കാതെ അവർ സങ്കീർത്തനങ്ങൾ പാടുന്നത്, അവർ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നത്, അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത്, അവർ തമ്മിൽ തമ്മിൽ ഹൃദയത്തിൽ കർത്താവിന് പാടുകയും കീർത്തനം ചെയ്യുന്നത് ഒരാളിൽ വെളിപ്പെട്ടു വന്ന ആത്മനിറവിന്റെ, ആത്മാവിന്റെ നിയന്ത്രണത്തിന്റെ റിസൾട്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് യോജിപ്പുകൾക്കായി, സഭയ്ക്കകത്ത് അത് വലിയ ഒത്തൊരുമയോടുകൂടെ പോകാൻ, നമുക്ക് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രവേശിക്കാം. ആത്മാവിന്റെ നിയന്ത്രണത്തിന്റെ നിറവിന്റെ റിസൾട്ടായ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും തമ്മിൽ തമ്മിലുള്ള സംസാരങ്ങളും കർത്താവിന് വേണ്ടി ഹൃദയത്തിൽ പാടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ സഭയിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന ആഹ്വാനത്തോടെ ഈ തിരുവചന ധ്യാനത്തിൽ നിന്ന്
വൈൻഡ് അപ്പ് ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ ഏകാഗ്രമാക്കാം. കർത്തൃദാസന്മാർ തുടർന്ന് പ്രാർത്ഥിച്ച് വൈൻഡ് അപ്പ് ചെയ്യും.